പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് 130 ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സഹകരണ സംരക്ഷണ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പറവൂർ മാർക്കറ്റ് വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. പറവൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി.വി. നിതിൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ പൊതുവിൽ സഹകരണ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചിലയിടത്തുണ്ടായിട്ടുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ചിലയിടത്തുണ്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ടുമെല്ലാം തന്നെ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട് കേരളത്തിലെമ്പാടും. അത് തന്നെ ഒരു അഭിലഷണീയമായ കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം, നടപടികൾ ഉണ്ടാവണം. പക്ഷേ കേരളത്തിൽ ആകെ സഹകരണ മേഖലയിലുള്ള പണം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയാണ്. 1.5 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിന്റെ അത്താണിയായ സഹകരണ മേഖലയെ ആകെ അങ്ങോട്ട് പെട്ടെന്ന് എല്ലാ ദിവസവും അപകീർത്തികരമായ വാർത്തകൾ എഴുതി ചില പ്രത്യേക രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഈ നിക്ഷേപവും ഈ ബാങ്കിന്റെ സേവനങ്ങളും എല്ലാം തന്നെ സ്വകാര്യ ബാങ്കുകൾക്കും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെ കൈമാറ്റം ചെയ്ത് കൊടുക്കാനുള്ള ഒരു അജണ്ട നടക്കുന്നത്. പ്രസിഡന്റ് എം.യു. അജി അധ്യക്ഷനായി. 15 വർഷത്തിന് മുമ്പ് യോഗത്തിൽ പങ്കെടുത്ത് അവിടെ ഞാൻ സംസാരിച്ചതാണ്. ഈ ബാങ്കിന് ഒരു ബ്രാഞ്ച് എഴുപുന്ന ഭാഗത്തൊരു ബ്രാഞ്ച് വേണം. അതേപോലെ തന്നെ ഒരു പ്രഭാത സഹായക ശാഖ അത് തുടങ്ങാനായിട്ട് സൗകര്യമൊന്നും വേണ്ട. നമ്മുടെ ഇപ്പോഴുള്ള ബാങ്കിൽ തന്നെ ആരംഭിക്കാം. ആ പ്രഭാത സഹായക ശാഖ ആരംഭിക്കാൻ ഒരു കുഴപ്പമില്ല. സെക്രട്ടറി എൻ.എസ്. അനിൽകുമാർ, എസ്. ശ്രീകുമാരി, എം.കെ. ബാനർജി, മീന സുരേഷ്, സി.പി. ജയൻ, സുധാകരൻ പിള്ള, എം.പി. ഏഞ്ചൽ, കെ.എസ്. ആദത്ത്, സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു. സി.ജെ. ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.